എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏകദേശം 100ഓളം ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടന്നതായി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വാർത്തയുടെ ഗൗരവ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 പേർക്കും പരിശീലനം ലഭിച്ചത് അമേരിക്കൻ സൈനികരുടെ പക്കൽ നിന്നാണ്. അതായത് അമേരിക്കയുടെ റിട്ടയർഡായ സൈനികരും ഇപ്പോൾ സൈന്യത്തിൽ ജോലി ചെയ്യുന്നവരുമായ ആൾക്കാരാണ് ഇവരെ പരിശീലിപ്പിച്ചത്. ഒരേ ഒരു ലക്ഷ്യം മാത്രം, നരേന്ദ്രമോദി വധിച്ചിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തകളും വരുന്നുണ്ട്. അതായത് ഇവർ ചാവേറുകളായിട്ടാണ് വന്നത്. ഇവർ ചാവേർ ആക്രമണം നടത്തിയിട്ട് എങ്ങനെ നരേന്ദ്രമോദി ഇല്ലാതാക്കി, ഇതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ്, എങ്ങനെയാണ് ഈ വാർത്ത ചോർന്നതെന്ന് ഇപ്പോഴും ദേശീയ മാധ്യമങ്ങൾക്ക് ഒരു ഉറപ്പില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറിൻ്റെ ടെറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്നത്, അത് സൈന്യത്തിൽ ജോലി ചെയ്യുന്ന 2 വർഷം കൂടി അദ്ദേഹത്തിന് സൈന്യത്തിൽ ജോലി ചെയ്യേണ്ടത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോലിയിൽ നിൽക്കെ തന്നെ ബംഗ്ലാദേശിൽ വന്നിട്ട് ബിസിനസ്സിന് ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇത്തരം ആൾക്കാരെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു വാർത്ത, ജെയിംസ് വാട്സൺ, ഈ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡിലെ മുൻ ഇൻസ്ട്രക്ടർ ട്രെയിനറായിരുന്നു ഈ ജെയിംസ് വാട്സൺ. ഈ ജെയിംസ് വാട്സനെ കുറച്ച് ദിവസം മുന്നേ മഹാരാഷ്ട്രയെ താനെയിൽ വെച്ചിട്ട് താനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് അവിടെ സുവിശേഷ പ്രസംഗം, മതം മാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ നാട്ടുകാർ പരാതിപ്പെടുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും, ടെറൻസ് ആർവൽ ജാക്സണും ജെയിംസ് വാട്സണും ഒക്കെ ബംഗ്ലാദേശിലേക്ക് ഒരുമിച്ച് ഒരുപാട് വർഷം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1-2 വർഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ സൈന്യത്തിൻ്റെ പക്കൽ നിന്ന് ട്രെയിനിങ് ലഭിച്ച ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന വാർത്ത കിട്ടുന്നത് ഈ ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജെയിംസ് വാട്സന്റെ പക്കൽ നിന്ന് കിട്ടിയതാവാം. ഈ ജെയിംസ് വാട്സനെ പിടികൂടിയിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. NIA എല്ലാം അങ്ങനത്തെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ എല്ലാം ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇന്ത്യയുടെ കസ്റ്റഡിയിലാവുള്ളൂ. ഒഫീഷ്യലി അമേരിക്ക പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് വിട്ടുകിട്ടണം അങ്ങനെയുള്ള കാര്യം ഒരു അക്ഷരം അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ജെയിംസ് വാട്സനെ അറസ്റ്റ് ചെയ്തു. എല്ലാ രീതിയിൽ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ കൊടുത്തില്ല, പക്ഷേ ഓൺലൈൻ മീഡിയകളൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടിളക്കി. പിന്നെ നാഷണൽ മീഡിയാസും നല്ല രീതിയിൽ വാർത്ത കൊടുത്തിരുന്നു. പിന്നെ അതിനുശേഷം ഒരു വാർത്തയും ജെയിംസ് വാട്സനെ കുറിച്ചിട്ടില്ല. ടെറൻസ് ആർവൽ ജാക്സന്റെ ന്യൂസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വാർത്തയാണോ എന്നാണ് ഇപ്പോൾ ചില ദേശീയ മാധ്യമങ്ങൾ സംശയിക്കുന്നത്. അല്ല, ഈ എന്താ പറയുന്നത്, സെപ്റ്റംബർ 31 ബംഗ്ലാദേശിലെ ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടലിലെ 808ാമത്തെ റൂമിലാണ് ടെറൻസ് ആർവൽ ജാക്സൺ അജ്ഞാതർ ആണ് കൊലപ്പെടുത്തിയതെന്ന് വെച്ചാൽ പൊളോണിയം എന്ന് പറയുന്ന ഒരു സാധനം, വിഷം ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിലെത്തി, അങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്. പൊളോണിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യില്ല. ഈ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും 10 മിനിറ്റോളം ഇങ്ങനെ ബോഡി ഹീറ്റാവും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബോഡി ഹീറ്റാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ നെയ്ക്കഡായിട്ടാണ് ടെറൻസ് ആർവൽ ജാക്സന്റെ മൃതദേഹം അവിടെ കണ്ടത്. അപ്പോൾ അമേരിക്ക പോലും ഇപ്പോൾ ആ വാർത്ത, ടെറൻസ് ആർവൽ ജാക്സന്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ടെറൻസ് ആർവൽ ജാക്സന്റെ ഫുള്ള് പ്രൊഫൈൽ നീക്കം ചെയ്തു. ഒന്നും കാണാനില്ല. അതായത് ഇത് നടന്ന് കൊല ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അമേരിക്കൻ എംബസിയിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് നേരെ അമേരിക്കയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് എല്ലാം തൂത്തുപറക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത്, ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ടെറൻസ് ആർവൽ ജാക്സൺ അവിടെ ഹോട്ടലിൽ റൂം എടുത്തപ്പോൾ ബുക്ക് ചെയ്തത് അമേരിക്കൻ എംബസിയാണ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് സൈന്യത്തിലെ ആൾക്കാർ ഇവരെ പരിശീലിപ്പിക്കുന്നത്? അതായത് സൈന്യത്തിന് ഏകദേശം വിരമിക്കാനാവുമ്പോൾ ഇവർ CIAയിലേക്ക് ഡെപ്യൂട്ടേഷൻ പോകും. CIAയിലെ ആൾക്കാർക്ക് ഒരു സൈന്യമോ യൂണിഫോമോ ഒരു ഓഫീസോ ഒന്നുമില്ല. നമ്മളിപ്പം കാണുന്നില്ലേ, CIAയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ന്യൂയോർക്ക്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എവിടെയും കാണാൻ പറ്റില്ല. അവർക്ക് സീക്രട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ അസൈൻമെൻറ്റ്സ് കൊടുക്കും. അതായത് നമ്മുടെ മധ്യ ഏഷ്യയിലേക്ക് അമേരിക്കയുടെ താല്പര്യത്തിന് ഏറ്റവും വിഘാതം നിൽക്കുന്നത് ഈ നരേന്ദ്രമോദി. അപ്പോൾ നരേന്ദ്രമോദി ഇല്ലാതാക്കുന്നതിൽ അമേരിക്കയുടെ പ്രൈം ടാർഗറ്റാണ്. അപ്പോൾ ഇപ്പം അതായത് പല രീതിയിലും തളർത്താൻ നോക്കി, ഈ ടാക്സ്, ഈ എക്സ്ട്രാ താരിഫൊക്കെ ഏർപ്പെടുത്തിയിട്ട്, പക്ഷേ അതിലൊന്നും വഴങ്ങുന്നില്ല. പക്ഷേ ഇനി ഒരു രക്ഷയിൽ ഇവരെ തട്ടുക എന്നുള്ള രീതിയിലില്ല. അപ്പോൾ ഈ CIAക്ക് വേണ്ടിയിട്ട് രഹസ്യ ഇത് ഓപ്പറേഷനുമായിട്ട് വന്നതാണ് ഈ ടെറൻസ് ആർവൽ ജാക്സണും ഈ ജെയിംസ് വാട്സണൊക്കെ എന്നുള്ള ഒരു കമ്പൈൻഡ് ഒരു ആൻസറിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ. അവർക്കൊക്കെ വളരെ റിലയബിൾ സോഴ്സിന് ചില വാർത്തകൾ കിട്ടിയെന്നുള്ള വാർത്ത അവരെന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ പരിശീലിപ്പിച്ച് വിട്ട 100ഓളം ചാവേറുകളാണ് ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ടും ജീവനോടെ പിടികൂടാൻ വേണ്ടിയിട്ടും NIA രാജ്യവ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതായത് NIA ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും ATS ഉണ്ട്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എല്ലാ സംസ്ഥാനത്തും വലിയ രീതിയിലൂടെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലടക്കം കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് മൂന്നാറിന് നമ്മുടെ ജാർഖണ്ഡിൽ സൈന്യത്തിൽ അവിടുത്തെ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ബോംബ് സ്ഫോടനത്തിൽ കുറേ സൈനികർ വീരമൂർത്തി മരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവന്മാർ മൂന്നാറിനെ പിടികൂടി. മൂന്നാർ എസ്റ്റേറ്റിൽ വെച്ചിട്ട്, ടാറ്റയുടെ എസ്റ്റേറ്റിൽ വെച്ച് പിടികൂടി. അപ്പോൾ കേരളത്തിലേക്കും കടക്കാൻ, കേരളത്തിലൊരു സേഫ് സോണാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ എല്ലാവിധ പ്രൊട്ടക്ഷനും കിട്ടും. അപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും അവർക്ക് സഹായിക്കുന്ന ആൾക്കാരും ഇവിടെയും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സേഫ് സോണാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്, NIA അങ്ങനെയുള്ള ആൾക്കാർക്ക് കേരളത്തിലും തകൃതിയായിട്ടുള്ള രാജ്യവ്യാപകം
നടക്കുന്ന തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ട് ആരും കൺഫേം ചെയ്യുന്നില്ല. പക്ഷേ ഇവരൊക്കെ ജീവനോട് പിടികൂടുക, മാക്സിമം ആൾക്കാർ ജീവനോട് പിടികൂടുക എന്ന ലക്ഷ്യമാണ് അജിത് ഡോവൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 10 പേരെങ്കിൽ ഈ 100 പേരിൽ എല്ലാവരും കിട്ടണമെന്നില്ല. ചിലപ്പോൾ കുറേ ആൾക്കാർ പോയിട്ടുണ്ടാവാം. ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്നുള്ള ഒഫീഷ്യലായിട്ട് വിവരവും വരുന്നില്ല. മിക്കവാറും ദേശീയ മാധ്യമങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് ഈ ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തതിന് കിട്ടിയത് ആയിരിക്കാം ഇത് എന്ന നിഗമനമാണ് അവർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ദേശീയ മാധ്യമങ്ങൾ പുറത്തു വരാത്തത്. NIO അങ്ങനെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ട് ഒന്നും വരാത്തത്. പിന്നെ അത് മാത്രമല്ല അമേരിക്കയുടെ സൈഡിൽ നിന്നും അവർ വിട്ടുതരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുകയാണ് ഇവന്മാരൊക്കെ പൊക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ 100 പേരെയും ഒരു 10 പേരെങ്കിലും പിടികൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരാളെങ്കിലും പിടികൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ശരിക്കും ആരാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്, എന്താണ് ഇവർ ഉദ്ദേശം, ഇവരെത്ര മൊഡ്യൂൾസ് ഇവിടെ ഇന്ത്യയിലുണ്ട്, ആരാണ് ഇന്ത്യയിൽ ഇവരെ സഹായിച്ചത്, ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലെ സഹായങ്ങൾ ലഭിക്കുന്ന ഏത് സോഴ്സിൽ നിന്നാണ് ഉറപ്പ് ലഭിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഓഫ് കോഴ്സ് എന്തായാലും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾക്കും രാജ്യവിരുദ്ധ ശക്തികൾക്കൊക്കെ നല്ല രീതിയിൽ പങ്കുണ്ടാവും ഇവർക്ക് സഹായം നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് വെച്ചാൽ വലിയ ബംഗ്ലാദേശ് മോഡൽ കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കുക. നരേന്ദ്രമോദിയെ ഇല്ലാതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഒരു മതത്തിൻ്റെ പേരിലേക്ക് ചാർത്തി കൊടുത്ത് ഇന്ന ആൾക്കാരാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ അവരെ ആക്രമിക്കുക, അതിൻ്റെ മറവിൽ ഇവർ കയറി ചെന്നിട്ട് ന്യൂനപക്ഷ ഈ അത്തരത്തിലുള്ള ആൾക്കാരെ, സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ സ്ഥാപനങ്ങൾ ആക്രമിക്കുക, അവരെ കൊലപ്പെടുത്തുക, ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ വലിയ രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. അപ്പോൾ ടെറൻസ് ആർവൽ ജാക്സൺ മൾട്ടിപ്പിൾ ടൈംസാണ് അവിടെ വന്നിട്ട് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് അവിടെ പറയുമ്പോഴെന്താണെന്ന് വെച്ചാൽ ബിസിനസ് ആവശ്യത്തിന് വന്നതാണെന്ന് വെച്ചാൽ അവർ ഒരിക്കലും സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ബിസിനസ് ചെയ്യാൻ പാടില്ല. പിന്നെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് എന്ത് ബിസിനസ് ആയിരുന്നു. അതേമാതിരി തന്നെയാണ് ഈ ജെയിംസ് വാട്സണും ഇന്ത്യയിൽ വന്നത് ടൂറിസ്റ്റ് വിസയിലാണ്. പക്ഷേ എഴുതി കൊടുത്ത് ഇങ്ങനെ പർപ്പസ് ഓഫ് വിസിറ്റ് എന്നൊക്കെ ചില സ്ഥലത്ത് എഴുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തെന്ന് വെച്ചാൽ ബിസിനസ് പർപ്പസിനാണ്. അങ്ങനെ ബിസിനസ് പർപ്പസിനാണ് എഴുതി കൊടുത്തതിന് ശേഷം ഇവിടെ സുവിശേഷ പ്രസംഗം നടത്തുന്നു, മതം മാറ്റലിന് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ആയിട്ട് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാം കൂടി കണക്റ്റഡ് ആണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെറൻസ് ആർവൽ ജാക്സണും ജെയിംസ് വാട്സണും കൂടാതെ വേറെ 2 പേരും അവർ ബംഗ്ലാദേശിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഈ അജ്ഞാതൻ ഇവന്മാരെയും കാച്ചിക്കളയും ഉടൻ തന്നെ പുറത്ത് വരും അങ്ങനെയുള്ളൊരു വാർത്ത. ചിലപ്പോൾ ഈ ടെറൻസ് ആർവൽ ജാക്സൺ കൊല്ലപ്പെട്ടതിന് ശേഷം അവർ ബംഗ്ലാദേശിൽ നിന്ന് വിട്ടിട്ട് അമേരിക്കയിൽ പോകാനും സാധ്യതയുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും ഇനി എവിടെയായാലും അമേരിക്കയിലായാലും അവിടെ ഡോവലിൻ്റെ പിള്ളേർ കയറിയിട്ട് ഇവന്മാരെ തീർക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്ത് തന്നെയായാലും രാജ്യത്തെ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 100ഓളം ബംഗ്ലാദേശി പൗരന്മാർ, അതായത് അമേരിക്കൻ സൈന്യം പരിശീലിപ്പിച്ച അവന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ചെലവും കൊടുത്തവന്മാർ ആദ്യം പൊക്കും, എല്ലാത്തിനും തൂക്കും എന്ന് വെച്ചാൽ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനാരെ നേതാക്കന്മാരൊക്കെ തൂക്കിയില്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ ഏത് ജയിലാണെന്ന് പോലും അവർക്കറിയില്ല, ജാമ്യത്തിന് പോലും അപേക്ഷിച്ചാൽ കിട്ടില്ല. അതായത് അതീവ ഗുരുതരാവസ്ഥ രോഗമുണ്ടായിട്ട് പോലും ഒരാൾക്ക് പോലും മാനുഷിക പരിഗണന പോലും കോടതി പോലും കളയില്ല. കാരണം രാജ്യമാണ് ഫസ്റ്റ്, ബാക്കി അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ. അപ്പോൾ കോടതിക്ക് പോലും മനസ്സിലായ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ഇവരെ സഹായിച്ച ആൾക്കാർക്ക്, അതായത് കുറ്റകൃത്യം ചെയ്യുന്നതിന് ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നവരും. അപ്പോൾ എന്ത് തന്നെയാലും ഇവരൊന്നും ഇനി NIAയുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ പുറം ലോകം കാണില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് രാജ്യം കാത്തിരുന്ന ആ വാർത്ത, ഇവന്മാരൊക്കെ തൂക്കി എന്നുള്ള വാർത്ത ചിലപ്പോൾ ഇതൊന്നും ഒഫീഷ്യലി പുറത്ത് വരില്ല കേട്ടോ. അതിലൊക്കെ സെക്യൂരിറ്റി റിലേറ്റഡ് ഇഷ്യൂ അല്ലേ. നാളെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടന്നേക്കാനുള്ള സാധ്യത കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഒഫീഷ്യലായിട്ട് പുറത്തു വരില്ല. എന്തിനാലും ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ വാർത്തകൾ വരുന്ന ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ എന്തായാലും വരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത്തരം വാർത്തകൾ വരട്ടെ, നമ്മളും അത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാലും നമുക്കൊരു കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.